ശിവരാത്രി ദിനത്തിൽ, അതായത് 2025 ഫെബ്രുവരി മാസം 26-ാം തീയതി 11 നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ലോട്ടറി ഭാഗ്യം വരികയാണ്. ഈ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന 11 നക്ഷത്രക്കാരും സാക്ഷാൽ പരമശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശികളിൽ പെടുന്നവരാണ്. നിങ്ങളുടെ ജാതകത്തിൽ എത്ര വലിയ കഷ്ടകാലമുള്ളവർ ആണെങ്കിലും ഈ ഫെബ്രുവരി മാസം 26-ാം തീയതിയോടെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് നിങ്ങളുടെ ജാതകം തിരുത്തി എഴുതപ്പെടുന്നതിന് സമമായ സമ്പന്നതയായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ശിവരാത്രി ദിനത്തിൽ തന്നെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രകാരം ശിവരാത്രി ദിനത്തിൽ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നതിനായി നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഇതിനോടൊപ്പം തന്നെ പറയുന്നതായിരിക്കും. ഇതിൽ ആദ്യമായി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശികളിൽ ഒന്നായിട്ട് വരുന്ന രാശിക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർ. ഈ മേടം രാശിയുടെ അധിപനായിട്ട് വരുന്നത് ചൊവ്വയാണ്. എന്നിരുന്നാലും ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് ശിവന്റെ വിയർപ്പ് തുള്ളിയിൽ നിന്ന് രൂപപ്പെട്ട മകനായിട്ടാണ് ചൊവ്വയെ കണക്കാക്കുന്നത്. അതിനാൽ തന്നെയാണ് ചൊവ്വ അധിപനായിട്ട് വരുന്ന മേടം രാശി മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട രാശിയായി മാറുന്നത്. അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം ഇത്രത്തോളം നിറഞ്ഞു നിൽക്കുന്ന മേടം രാശിക്കാരായിട്ടുള്ള അശ്വതി, ഭരണി, കാർത്തിക വരുന്ന നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടകാലം മുഴുവനായി നീങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഫെബ്രുവരി മാസം 26-ാം തീയതി എന്നുള്ളതാണ് പരമസത്യം. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം ഉയർച്ച താഴ്ചകളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ പോവുകയാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ലഭിക്കുന്ന തുകയുടെ വലുപ്പ ചെറുപ്പം നോക്കാതിരിക്കുക. ലഭിക്കുന്നതിൽ സന്തോഷിക്കുകയും ഭഗവാനോട് നന്ദി പറയുകയും ചെയ്യുക. ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെപ്പറ്റിയും വഴിയെ പറയുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് സാക്ഷാൽ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതും ശിവരാത്രി ദിനത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നതുമായ രാശിക്കാർ വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയുടെയും അധിപനായി വരുന്നത് ചൊവ്വയാണ്. അതിനാൽ തന്നെ ശിവഭഗവാൻ തൻ്റെ പുത്രനായി ചൊവ്വയെ കണക്കാക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം സൗഭാഗ്യങ്ങൾ വൃശ്ചികം രാശിക്കാരെ തേടിയെത്തുന്നത്. ശിവപ്രീതി വളരെയധികം ലഭിക്കുന്നതിനാൽ തന്നെ സാമ്പത്തികമായ ഉന്നമനങ്ങൾക്ക് പുറമെ വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ശനിദോഷം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനവും ലഭിക്കുകയാണ്. ഈ ശിവരാത്രി ദിനത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ലോട്ടറി ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നതിന് പുറമെ തന്നെ ഈ ശിവരാത്രി കഴിഞ്ഞ് അധികം താമസമില്ലാതെ തന്നെ വിശാഖം, അനിഴം,
തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരിൽപ്പെടുന്ന വിവാഹപ്രായമായ കുട്ടികൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട ചില ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് മഹാദേവന്റെ കടാക്ഷം കൊണ്ട് ശിവരാത്രി ദിനത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ശനി അധിപനായിട്ട് വരുന്ന രാശിയാണ് മകരം രാശി എന്നുള്ളത്. അതുപോലെ തന്നെ മഹാദേവന്റെ കടുത്ത ഭക്തനാണ് ശനി എന്നുമാണ് പറയപ്പെടുന്നത്. ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ശനി മഹാദേവനെ പ്രാർത്ഥിക്കുന്നതിനാലാണ് നീതിയുടെ ദേവൻ എന്നറിയപ്പെടുന്നത്. അതിനാൽ തന്നെ ശനി ഭരിക്കുന്ന മകരം രാശിയിലേക്ക് ശിവപ്രീതി നിറഞ്ഞൊഴുകുകയാണ് ഈ ശിവരാത്രി ദിനത്തിൽ. അപ്പോൾ ഉത്രാടം, അവിട്ടം, തിരുവോണം വരുന്ന മകരം രാശിക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, അതായത് നിങ്ങളെ ഏറ്റവും അധികം മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയാണ്. മാത്രമല്ല, നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിൽ ചില വരുമാന സ്രോതസ്സുകൾ സാക്ഷാൽ മഹാദേവൻ നിങ്ങൾക്കായി തുറക്കുകയാണ്. അതിൽ ഒന്ന് തന്നെയാണ് ഈ ലോട്ടറി ഭാഗ്യവും. ഇനി നാലാമതായി മഹാദേവന്റെ കടാക്ഷത്തിൽ ശിവരാത്രി ദിനത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന രാശിക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയുടെയും അധിപൻ ശനി ആയതിനാൽ തന്നെ മഹാദേവന്റെ എല്ലാ അനുഗ്രഹങ്ങളും കടാക്ഷവും അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന നക്ഷത്രക്കാരെ അതിയായി തുണയ്ക്കും. ഈ ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നതിന് പുറമെ ശിവരാത്രിക്ക് ശേഷമുള്ള ദിനങ്ങളിൽ നിങ്ങളുടെ വരുമാന സ്രോതസ്സിനെ വളരെയേറെ മെച്ചപ്പെടുത്തുന്ന തരത്തിൽ ചില വിദേശയാത്രാ യോഗവും കുംഭം രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട്. ഇനി സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്നതിനാൽ ശിവരാത്രി ദിനത്തിൽ ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന 11 നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശിവരാത്രി ദിനത്തിൽ തന്നെ നറുക്കെടുപ്പ് നടക്കുന്ന തരത്തിലുള്ള ലോട്ടറികൾ എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കുവാൻ പോകുന്നതിന് തൊട്ടു മുൻപായി ഒരു ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ലോട്ടറി വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലം ഏറ്റവും ശുഭകരമായിരിക്കും. തീർച്ചയായും ഇതിൽ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ മറക്കാതെ ഒന്ന് എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.